ഷാജി സാറുമായിട്ട് വർഷങ്ങൾ പരിചയമാണ്, ഒരുപാട് വർഷങ്ങൾ. പ്രത്യേകിച്ചും ഫിലിം ഫെസ്റ്റിവൽ വരുമ്പോൾ ഒരുമിച്ച് പല സിനിമകളും ഇരുന്ന് കാണാറുണ്ടായിരുന്നു. പല ദിവസങ്ങളിലും മീറ്റ് ചെയ്യും, ചില സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യും. ഇങ്ങനെ ഒരു സൗഹൃദം കൂടി സാറുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് യാതൊരു സംശയമില്ല, ഒരു തികഞ്ഞ ഒരു ഫിലിം മേക്കർ തന്നെയായിരുന്നു. വളരെ വ്യത്യസ്തങ്ങളായ സിനിമകൾ ഡയറക്റ്റ് ചെയ്യുകയും ഒപ്പം പ്രശസ്തരായ സംവിധായകരുമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യുകയും, ഫോട്ടോഗ്രാഫിയിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്, വളരെ പ്രത്യേകതയുള്ളതാണ്, വളരെ നാച്ചുറലാണ്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മേലെയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളുടെ ഫ്രെയിമിംഗ് ആയാലും ശരി, അല്ലെങ്കിൽ കഥ പറയുന്ന രീതി ആയാലും ശരിയല്ല. അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വമാണ്. അതൊരു രക്ഷയില്ലാത്തതാണ്. ഞങ്ങൾ ഈ അടുത്ത കാലത്തും ഗുരുവായൂര് ഒരു കല്യാണത്തിന് കണ്ടിരുന്നു. ഏകദേശം 2 ദിവസം ഞങ്ങൾ അടുത്തടുത്ത മുറികളിൽ താമസിക്കുകയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് എല്ലാ തരം സിനിമ ചെയ്യുന്ന കലാകാരന്മാരോടും ഒരേ സമീപനമായിരുന്നു അദ്ദേഹത്തിന്. അല്ല, ഞാനൊരു ഇന്റലക്ച്വലാണ്, ഞാൻ റിയലിസ്റ്റിക് ഫിലിംസ് മാത്രം ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊന്നും അല്ല അദ്ദേഹം. എനിക്ക് തോന്നിയത് സിനിമാക്കാരോട്, കലാകാരന്മാരോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ നല്ല ഒരു സ്നേഹബന്ധത്തിലായിരുന്നു. എപ്പോൾ കണ്ടാലും അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച് ചോദിക്കും, കഴിഞ്ഞ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും, അതിന്റെ കലാമൂല്യത്തെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഒരു വലിയ മനസ്സിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും സിനിമാ ലോകത്തിന് ഇതൊരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന സിനിമകളുടെ മേന്മ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.